അത്രമാൻ പിയാപ്പിള വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങി നൽകുന്നതോടെയാണ് കഥ ആരംഭിക്കുന്നത്. പിറ്റേന്ന് രാവിലെയാണ് ചട്ടിപ്പത്തിരിയുടെ നിർമ്മാണം ആരംഭിക്കുന്നത്. വീട്ടിൽ ധാരാളം കുട്ടികൾ ഉള്ളതുകൊണ്ട് വാങ്ങിയ സാധനങ്ങളുടെ എണ്ണം കൃത്യമാണോ എന്ന് പരിശോധിക്കുന്നു. 2 റാത്തൽ ഗോതമ്പ് പൊടി, 30 കോഴിമുട്ട, 1/2 റാത്തൽ വീതം വെള്ള ഉണക്കമുന്തിരിയും കസ്കസും, 1/4 റാത്തൽ ബദാം, 1/2 റാത്തൽ പശുവിൻ നെയ്യ്, 1/2 റാത്തൽ പഞ്ചസാര, 5 റുപ്പിക തൂക്കം ഏലത്തിരി, 1/4 കുപ്പി പനിനീർ എന്നിവയെല്ലാം കണക്കുപോലെ തന്നെയുണ്ട്. നേരത്തെ വാങ്ങിയാൽ കേടുവന്നു പോകുമെന്നതിനാൽ പാൽ മാത്രം വാങ്ങിയിരുന്നില്ല. ബിച്ചായി ഷെയ് താത്ത, പക്കീർച്ചി താത്ത പാൽ കൊണ്ടുവന്നോ എന്ന് ചോദിക്കുന്നു. നേരത്തെ പാൽ കൊണ്ടുവന്നെന്നും താൻ അത് ഉറിയിൽ മൂടി വെച്ചിട്ടുണ്ടെന്നും കൽമേയി മറുപടി നൽകി. തുടർന്ന് കൽമേയി പാൽ എടുത്തുകൊണ്ട് വെച്ചു. ബിച്ചായി ഷെയ് താത്ത ഗോതമ്പ് പൊടി വെള്ളം ചേർത്ത് കുഴച്ച് മാവാക്കി വെച്ചു. ഇതിനിടയിൽ കുതിരാനായി കൽമേയി ബദാം വെള്ളത്തിലിട്ടു. പാത്തുമായി താത്ത 30 കോഴിമുട്ടകളും ഒരു പാത്രത്തിൽ പൊട്ടിച്ചൊഴിച്ച് അതിൽ കുറച്ച് പഞ്ചസാരയും ഏലത്തിരിയും ചേർത്തു. കൽമേയി പനിനീർ കുപ്പി നീക്കി വെച്ചപ്പോൾ കുറച്ച് പനിനീരും മുട്ടയുടെ കൂട്ടിലേക്ക് ചേർത്തു. ശേഷം കൈകൊണ്ട് നന്നായി അടിച്ചു പതപ്പിക്കാൻ തുടങ്ങി. കുഴച്ചുവെച്ച മാവെടുത്ത് 20 പത്തിരികൾ പരത്താനായി കൽമേയി തന്റെ അനുജത്തി പീരാമ്പിയോടും മൂത്ത മകൾ കച്ചേയോടും ആവശ്യപ്പെട്ടു. അവർ ചെറിയ പലകകളിൽ ഇരുന്ന് പത്തിരി പരത്താനുള്ള വലിയ വട്ടപ്പലകകൾ മുന്നിലേക്ക് വെച്ചു. പലകയിൽ പൊടി വിതറി വലിയ ആപ്പിളിന്റെ വലിപ്പമുള്ള 20 ഉരുളകളാക്കി മാറ്റി. പത്തിരി കുഴൽ ഉപയോഗിച്ച് ഉരുട്ടി പരത്താൻ തുടങ്ങി. അമർത്തി പരത്തും തോറും മാവ് ആനച്ചെവിയുടെ രൂപത്തിൽ വലുതായി വന്നു. മാവ് കുഴലിൽ ഒട്ടിപ്പിടിക്കുന്നുവെന്ന് പറഞ്ഞപ്പോൾ കൽമേയി കൊടുത്ത പൊടി പലകയിലും കുഴലിലും പുരട്ടിയതോടെ ആ പ്രശ്നം മാറി. 3 പേർ ഒരുമിച്ച് പരത്തുന്നതിന് പകരം ഒരാൾ അത് അടുപ്പിലിട്ട് വാട്ടിയെടുക്കാൻ ബിച്ചായി ഷെയ് താത്ത നിർദ്ദേശിച്ചു. പരത്തിയ പത്തിരിയുടെ വലിപ്പം മതിയോ എന്ന് കൽമേയി ചോദിച്ചപ്പോൾ വലിയ ചട്ടിപ്പത്തിരി ആയതുകൊണ്ട് കുറച്ചുകൂടി വലിപ്പം വേണമെന്ന് ബിച്ചായി ഷെയ് താത്ത പറഞ്ഞു. ശേഷം ബിച്ചായി ഷെയ് താത്ത ഒരു ചെമ്പിൽ കസ്കസ് ഇട്ട് നെയ്യിൽ വറുത്തെടുത്തു. തുടർന്ന് ഉണക്കമുന്തിരിയും നെയ്യിൽ വറുത്തുകോരി. ഉണക്കമുന്തിരി കരിഞ്ഞുപോയോ എന്നവർ ആശങ്കപ്പെട്ടെങ്കിലും ബീരാമ്പി അത് പാകത്തിനാണെന്ന് ഉറപ്പുവരുത്തി. ഇതിനിടെ ബിച്ചായി ഷെയ് താത്ത കുതിർത്തു വെച്ച ബദാം തൊലി കളഞ്ഞ് ചെറുതായി നുറുക്കാൻ തുടങ്ങി. പാലും പഞ്ചസാരയും കലക്കി വെച്ചോ എന്നവർ ചോദിച്ചപ്പോൾ താനത് മറന്നുപോയെന്ന് കൽമേയി പറഞ്ഞു. എല്ലാ കാലത്തും ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ താൻ ഉണ്ടാവില്ലെന്നും ഇതൊക്കെ പഠിച്ചു വെക്കണമെന്നും ബിച്ചായി ഷെയ് താത്ത മറ്റുള്ളവരെ സ്നേഹത്തോടെ ശാസിച്ചു. തുടർന്ന് അവർ തന്നെ പശുവിൻ പാലിൽ പഞ്ചസാരയിട്ട് ഇളക്കി ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റി. വാട്ടിയെടുത്ത പത്തിരികൾ മൃദുവായി വരാനായി പാലിന്റെ മിശ്രിതത്തിൽ ഇടാൻ ബിച്ചായി ഷെയ് താത്ത നിർദ്ദേശിച്ചു. പണി മെല്ലെയാവുന്നത് കണ്ട് ഇങ്ങനെ പോയാൽ വൈകുന്നേരമാകുമെന്ന് അവർ പറഞ്ഞു. അടുപ്പിൽ വെറുതെ തീ കത്തുന്നത് കണ്ടപ്പോൾ ചെമ്പ് അടുപ്പത്ത് വെക്കാൻ പറഞ്ഞു. നെയ്യിൽ വറുത്ത കസ്കസ്, ഉണക്കമുന്തിരി, നുറുക്കിയ ബദാം എന്നിവ കൂട്ടിക്കുഴച്ച് ഒരു വലിയ പാത്രത്തിൽ നിറയ്ക്കാനുള്ളത് തയ്യാറാക്കി വെച്ചു. ഇതിനിടയിൽ കൽമേയിയുടെ മകൻ അബു അടുക്കളയിൽ വന്ന് ചട്ടിപ്പത്തിരി തയ്യാറായോ എന്ന് ചോദിച്ചു. ഇത് നിങ്ങൾക്കുള്ളതല്ലെന്നും പുറത്തു കൊടുക്കാനുള്ളതാണെന്നും പറഞ്ഞ് അവനെ അവിടെ നിന്നും ഓടിച്ചുവിട്ടു. തങ്ങൾക്ക് കഴിക്കാൻ കിട്ടില്ലേ എന്ന് അബു ചോദിച്ചപ്പോൾ ബിച്ചായി ഷെയ് താത്തയ്ക്ക് ദേഷ്യം വന്നു. ജീവിതത്തിൽ ആദ്യമായിട്ടല്ലല്ലോ ചട്ടിപ്പത്തിരി കാണുന്നത് എന്നവർ ചോദിച്ചു. ഒരു ബദാം കഷ്ണവും കടിച്ച് ഒരു പാട്ടും മൂളി അബു അവിടെ നിന്ന് പോയി. കൽമേയി ഒരു പാത്രത്തിൽ നെയ്യൊഴിച്ചു ചൂടാക്കി കുറച്ച് നെയ്യ് മാത്രം പാത്രത്തിൽ നിർത്തി ബാക്കിയുള്ളത് ഒരു ടിന്നിലേക്ക് മാറ്റി. 20 പത്തിരികളും പരത്തി കഴിയുമ്പോഴേക്കും 3-4 മണിക്കൂർ കഴിഞ്ഞിരുന്നു. മറ്റു കുട്ടികളും അടുക്കളയിൽ വന്ന് ബദാം എടുത്തപ്പോൾ ബിച്ചായി ഷെയ് താത്ത അവരെ നോട്ടം കൊണ്ട് വിലക്കി. എല്ലാവരും കൂടി ഇങ്ങനെയായാൽ പണി തീരില്ലെന്ന് പറഞ്ഞ് ബിച്ചായി ഷെയ് താത്ത കുട്ടികളെ കളിക്കാനായി പറഞ്ഞുവിട്ടു. പത്തിരി പരത്തി കഴിഞ്ഞപ്പോൾ 20 എണ്ണവും ഉണ്ടോ എന്നവർ വീണ്ടും വീണ്ടും എണ്ണി ഉറപ്പുവരുത്തി. ഇനി അടുക്കളയിൽ സഹായത്തിന് ഒരാൾ നിന്നാൽ മതിയെന്ന് പറഞ്ഞപ്പോൾ കൽമേയി നിന്നു.
മറ്റുള്ളവർ പോയി. ബിച്ചായി ഷെയ്ത്താത്ത പാലിൽ കുതിർത്തു വെച്ച 2 പത്തിരികൾ ഒന്നിനു മുകളിൽ ഒന്നായി നെയ് പുരട്ടിയ ചെമ്പിലിട്ടു. ശേഷം പണ്ടം എടുക്കാൻ ആവശ്യപ്പെട്ടു. കൽമേയി നീട്ടിയ പണ്ടം വാങ്ങി ബിച്ചായി ഷെയ്ത്താത്ത 2 പത്തിരികൾക്ക് മുകളിലായി വിതറി. അതിനുശേഷം പഞ്ചസാര, ഏലത്തിരി, പനിനീർ എന്നിവ ചേർത്ത് അടിച്ചു വെച്ച കോഴിമുട്ടയുടെ കൂട്ട് അതിനു മുകളിൽ ഒഴിച്ച് എല്ലാ ഭാഗത്തും എത്തിയോ എന്ന് ഉറപ്പുവരുത്തി. അടുത്തതായി ഒരു പത്തിരി വെച്ച് അതിനു മുകളിലും പണ്ടവും മുട്ടയുടെ കൂട്ടും ഒഴിച്ചു. ചട്ടിപ്പത്തിരി നന്നായി വരണേ, മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കരുതേ എന്നവർ പ്രാർത്ഥിച്ചു. ആ സമയത്ത് പുറത്തുനിന്ന് കുട്ടികൾ ചോദിക്കുന്നതോ മറ്റു ശബ്ദങ്ങളോ അവർ കേട്ടില്ല. അവരുടെ കണ്ണും ഖൽബും ആത്മാവും ചെമ്പിനകത്ത് രൂപം കൊള്ളുന്ന ചട്ടിപ്പത്തിരിയിൽ മാത്രമായിരുന്നു. അവരുടെ നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞു. മനസ്സ് മുഴുവൻ ചട്ടിപ്പത്തിരിയിലായിരുന്നു. റബ്ബേ, ഇത് നന്നായാൽ മതി എന്നവർ മനസ്സിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഇതേ രീതിയിൽ ഓരോ പത്തിരിയും വെച്ച് 19ാമത്തെയും 20ാമത്തെയും പത്തിരി വെച്ചു. ബാക്കിയുള്ള പണ്ടം മുഴുവൻ 20ാമത്തെ പത്തിരിയുടെ മുകളിൽ വിതറി എല്ലാം ഒരേപോലെയാണെന്ന് ഉറപ്പുവരുത്തി. ശേഷം ബാക്കിയുള്ള മുട്ടയുടെ കൂട്ട് മുഴുവൻ അതിനു മുകളിലായി ഒഴിച്ച് എല്ലാ ഭാഗത്തേക്കും ഒരുപോലെയാക്കി. അവസാനം കൈകൾ കുടഞ്ഞ് ഊർന്നു വീണ തട്ടം നേരെയാക്കി ബിസ്മില്ല എന്ന് പറഞ്ഞ് വിറയ്ക്കുന്ന കൈകളോടെ ചെമ്പ് അടുപ്പത്ത് കയറ്റി. ചെമ്പ് മൂടികൊണ്ട് അടച്ച് അടുപ്പിലെ തീക്കനൽ കുറച്ചെടുത്ത് മൂടിക്ക് മുകളിലിട്ടു. അടിയിലും മുകളിലുമുള്ള തീ പാകത്തിനാണോ എന്ന് ഉറപ്പുവരുത്തി. നെറ്റിയിലെ വിയർപ്പ് തുടച്ച് ഇത് നന്നായി വരുമെന്ന പ്രാർത്ഥനയോടെയും ഉറച്ച വിശ്വാസത്തോടെയും അവർ നിന്നു. പലഹാരങ്ങളുടെ താജ് പണിത ആ കൈകൾക്ക് ആശ്വാസം തോന്നി. മനസ്സിൽ നിറഞ്ഞ സംതൃപ്തിയോടെ ഒരു മുറുക്കാൻ വേണമെന്ന് അവർ ആവശ്യപ്പെട്ടു.